ഹലോ, എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ നല്ല വിശേഷമാണ്. ഇവിടെ ഒരു പുതിയ ന്യൂ ഇയർ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വിൻ്ററും ആണ്. അപ്പോൾ വിൻ്ററിൻ്റേതായിട്ടുള്ള കുറേ കലാപരിപാടികളും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഫ്രീ ടിഡ്സ് ബാങ്ക്. ഇനി ഫ്രീ ടിഡ്സ് ബാങ്കിനെ പറ്റി പറയാം. ഫ്രീ ടിഡ്സ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അത് നമ്മുടെ സ്വീഡനിലുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലും ഒരെണ്ണമെങ്കിലും മിനിമം കാണും. നമുക്കിവിടെ ഉപ്സാലയിൽ 2 ഉണ്ട്. അതിലെ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഗോഡ്സുണ്ടയിലാണുള്ളത്. ഇത് അത്യാവശ്യം ഇച്ചിരി ചെറിയ ഷോപ്പാണ്, എങ്കിലും നമുക്കിവിടെ എല്ലാം കിട്ടും. ഇനി ഇവിടെ എന്താ കിട്ടുക എന്ന് പറയാം. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോർട്സ് ഐറ്റംസോ ലെഷർ ഐറ്റംസോ ആയിട്ടുള്ള അത് റിലേറ്റഡ് ഉള്ള എല്ലാ ആക്സസറീസ്, ജാക്കറ്റ്, ഗിയർ കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ റെൻറ്റിന് കിട്ടും. എന്നാൽ റെൻ്റ് ഉണ്ടോ? ഇല്ല. റെൻ്റ് 0 ക്രോൺസ് ആണ്. അതായത് നമുക്ക് മാക്സിമം 14 ദിവസം വരെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും. അത് എല്ലാവർക്കും ഓപ്പൺ ആണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഗോഡ്സുണ്ടയിലുള്ള ഫ്രീ ടിഡ്സ് ബാങ്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്കിവിടെ വിൻ്ററൊക്കെ അല്ലേ, അപ്പോൾ സ്കീയിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈം സ്കീയിങ്ങിന് പോകുന്നവരാണിക്കോട്ടെ, അല്ലെങ്കിൽ സ്കീയിൽ ഇത്തിരി പ്രോ ആയിട്ടുള്ളവരായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നമുക്ക് ചൂസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സാധനം നമ്മുടെ സൈസിനനുസരിച്ച് സെലക്ട് ചെയ്ത് നമ്മുടെ കാലിൻ്റെ അളവൊക്കെ എടുത്ത് കൃത്യമായിട്ട് തന്നെ എടുത്തു തന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കീൻ്റെ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, എല്ലാ സ്പോർട്സ് ഐറ്റംസും കിട്ടാനുണ്ട്. അത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ പുതിയത് വാങ്ങിക്കേണ്ടത് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് റെൻറ്റിന് എടുക്കണമെങ്കിൽ റെൻറ്റിന് എടുക്കാം. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സൈസെല്ലാം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവർക്കായിട്ട് ഒരു സാധനം ഒരു വർഷത്തേക്ക് പെർമനൻ്റ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് റെൻറ്റിന് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നിങ്ങളൊരു സീസണലായിട്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യുന്നത് പല ഷോപ്പിൽ റെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ സ്പോർട്സ് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഇൻ്റർ സ്പോർട്ടോ, ഡബിൾ എക്സലോ അല്ലെങ്കിൽ സ്റ്റേഡിയമോ ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ തന്നെ റെൻറ്റ് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റെൻറ്റിന് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവിടെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല, നമ്മൾ ഈ സ്പോർട്സ് ആക്ടിവിറ്റി എല്ലാം ചെയ്യാൻ പോകുന്ന സ്ഥലത്തായിക്കോട്ടെ, അവിടെയും ചിലപ്പോൾ റെൻറ്റിന് ഇതൊക്കെ കിട്ടാനുണ്ടായിരിക്കും. അവിടെയും നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊടുക്കാനുണ്ടായിരിക്കും. എന്നാൽ ഫ്രീ ടിഡ്സ് ബാങ്കിൽ നമുക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ സാധനം കൃത്യമായിട്ട് 14 ദിവസം കഴിയുമ്പോൾ തിരിച്ചുകൊണ്ടേ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനവും കിട്ടും. ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർ കൃത്യമായിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ 2 സ്കീസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയവർക്ക് വേണ്ടി നമ്മുടെ സ്കീസും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ പോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് പറ്റിയ 2 സ്കീ ബൂട്ട്സും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ്സ്, അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ട് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ സൈസിനനുസരിച്ച് നമ്മളെ ഇട്ട് നോക്കിച്ച് പ്രോപ്പറായിട്ടുള്ള സാധനം നമുക്ക് അവരിവിടെ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ടിഡ്സ് ബാങ്കിനെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഇനി ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഫ്രീ ടിഡ്സ് ബാങ്കിൽ പോയി നോക്കുക. എന്തെങ്കിലുമൊക്കെ റെൻറ്റിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലാത്തതാണെങ്കിലും ചുമ്മാ ഒന്ന് പോയി ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം സ്കീ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന് മുന്നേ സ്കീയിങ് ഒന്നും ചെയ്തിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡാലർന എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് നമ്മൾ ഉപ്സാലയിൽ നിന്ന് ഒരു 3 മണിക്കൂർ നമുക്ക് മാറിയിട്ട് ഡാലർന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഡാലർന എന്ന് പറഞ്ഞ സ്ഥലത്ത് റൊമ്മെ ആൽപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീ ചെയ്യുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ സ്വീഡനിൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക് തന്നെ അറിയാം, ഈ കൊല്ലം നമുക്കിവിടെ സ്വീഡനിൽ സ്നോ ഭയങ്കര കുറവാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, അവിടെ ഇവിടെയും കുറച്ച് വെള്ളത്തുള്ളികൾ കിടക്കുന്ന പോലെ ഒത്തിരി മഞ്ഞേ ഉള്ളൂ കേട്ടോ, ഒത്തിരി മഞ്ഞൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്കീ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിച്ചാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ സ്പെഷ്യലായിട്ട് സ്നോയൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കീയിങ് ഒന്നും ഒരു തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലമാണ് റൊമ്മെ ആൽപ്പിൻ.
വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീഡിഷുകാർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സ്കീയിങ്. അത് കാരണം ഇവിടെ ഏകദേശം 7000-ഓളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്ന ഈ ദിവസം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭയങ്കര ഹൈറ്റിലുള്ളൊരു സ്ലോപ്പ്. ഈ സ്ലോപ്പിലൊക്കെ അത്യാവശ്യം പ്രോ ലെവലിലുള്ള ആൾക്കാരാണ് സ്കീ ചെയ്ത് വരുന്നത്. അവർക്ക് പോകാൻ വേണ്ടിയിട്ട് കേബിൾ കാറും കാര്യങ്ങളും ഒക്കെ നമുക്ക് സ്കീ പാസ് എടുത്ത് പോകാനും പറ്റും. ഇവിടെ കുറേ ട്രാക്കുകളുണ്ട്. അത് നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ട്രാക്കുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്കീ പാസും എടുക്കാം. ഇപ്പോൾ റൊമ്മ ആൽപ്പിലെ മൊത്തം എത്ര റൂട്ടുകളുണ്ട് അല്ലെങ്കിൽ എത്ര ട്രാക്കുകളുണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു മാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബിഗിനർ ലെവലിൽ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രാക്കുകളും ഇവിടെയുണ്ട്. അതായത് ചെറിയ ചെറിയ സ്ലോപ്പുകൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഡ്രസ്സസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്കീയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിവിടെ റെൻറ്റിന് കിട്ടാവുന്ന ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ കഫേസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ലോഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കീ ചെയ്ത് ഒരു 3-4 ദിവസം താമസിക്കാൻ വേണ്ടുന്ന എല്ലാം ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഫെസിലിറ്റിയാണ് ഈ റൊമ്മ ആൽപ്പിലുള്ളത്. ഇത് ബിഗിനർ മുതൽ പ്രോ ലെവലിലുള്ള എല്ലാവരും, അതാണെങ്കിൽ കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ എല്ലാം ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെയാണ് നിങ്ങൾ വരുന്നത്, അവർക്ക് സ്കീ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐസ് സ്ലെഡ്ജുകൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ റെൻറ്റിന് കിട്ടും. അല്ലാതെ നമുക്ക് കടകളിലൊക്കെ ഇപ്പോൾ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ നടത്തി കൊണ്ടുപോകാൻ പറ്റും. കാരണം എല്ലായിടത്തും മഞ്ഞായിരിക്കും. ഇനി അതല്ല 3 വയസ്സിന് മേലെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്കീ സ്കൂളുണ്ട്. അപ്പോൾ ഈ ബ്ലൂ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നവരൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ കുട്ടികളെ നല്ല അടിപൊളിയായിട്ട് ഐസ് സ്കേറ്റിങ്ങും ഐസ് സ്കീയിങ്ങും എല്ലാം പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും വീക്കെൻഡ് ആയതുകൊണ്ട് വന്നേക്കുന്ന കുറേ കുട്ടി കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നല്ല ഹൈ സ്ലോപ്പിൽ നിന്നൊക്കെ വരുന്നത്. കൂട്ടത്തിൽ ഈ ഒരാൾ വരുന്നത് കണ്ടോ. ഇങ്ങനെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് പാരലലായിട്ട്. പക്ഷേ സ്കീയിങ്ങിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാത്തിലും ഓടിയെത്താൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കിഡ്സ് സ്ലോപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു റെയിൽ പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്കീ ചെയ്ത് താഴേക്ക് വരാൻ പറ്റും. അത് പല ഹൈറ്റിലുള്ളതുണ്ട് കേട്ടോ. ഇതിപ്പോൾ തീരെ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 വയസ്സ് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൂടെയും അവരുടെ പേരൻസ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാം. അവരുടെ ഓൺ റിസ്കിൽ അവർക്ക് ചെറിയ സ്ലോപ്പിൽ പഠിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടി സ്ലോപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് പേരൻസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഫാദർ ആണെങ്കിൽ കുട്ടീനെ മുകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മദർ താഴെ നിന്ന് കുട്ടീനെ പിടിക്കാൻ റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ നല്ല രസമായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ മോനെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ തോന്നി. പക്ഷേ ഇനിയും കുറച്ചും കൂടി ആവട്ടെ, അടുത്ത കൊല്ലം ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഞാൻ അത്യാവശ്യം കുറച്ച് സ്കീയിങ് ഒക്കെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് വലിയ സ്ലോപ്പ് തീരെ പറ്റുന്നില്ല, ഹൈറ്റ് പേടിയായതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ഒരു വൺ ടൈം എക്സ്പീരിയൻസ് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ വിൻ്റർ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിവിടെ സ്വീഡനിൽ ഉള്ളപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.